ലോകത്ത് തന്നെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ശിവക്ഷേത്രമാണ് തുംഗനാഥ്. സമുദ്രനിരപ്പിൽ നിന്നും 3860 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവക്ഷേത്രങ്ങളിൽ പ്രമുഖമായ പഞ്ചകേദാരങ്ങളിലും ഏറ്റവും ഉയരത്തിലുള്ളത് തുംഗനാഥാണ്. തുംഗനാഥ് എന്ന വാക്കിൻ്റെ അർത്ഥവും ഏറ്റവും ഉയരത്തിലുള്ള ദേവൻ എന്നാണ്. ദേവഭൂമിയായി കരുതുന്ന ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ രുദ്രപ്രയാഗ് ജില്ലയിൽ ഊക്കിമഠ് എന്ന ചരിത്രപ്രസിദ്ധമായ പ്രദേശത്തിന് സമീപമാണ് ഈ ക്ഷേത്രം. ഹർ ഹർ മഹാദേവ്. നമ്മൾ തുംഗനാഥിലേക്കുള്ള യാത്രയിലാണ്. പുഷ്പയുടെ കൂടെയാണ് നമ്മുടെ യാത്ര. ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചോപ്ത എന്ന ചെറുഗ്രാമം വരെ മാത്രമേ വാഹന സൗകര്യം ലഭ്യമാകൂ. അവിടെ നിന്നും 4 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി വേണം ഇവിടെ എത്താൻ. അളകനന്ദ, മന്ദാകിനി നദികൾ തീർത്ത താഴ്വരകളിൽ ഏറ്റവും ഉയരമുള്ള ചാന്ദ്രശില കൊടുമുടിക്ക് താഴെയാണ് തുംഗനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് 1000 കൊല്ലം പഴക്കം കരുതപ്പെടുന്നു. പഞ്ചകേദാരങ്ങളിൽ മൂന്നാമത്തേതായി കണക്കാക്കുന്ന ഇവിടം ശിവൻ്റെ കുളമ്പുകളുടെ രൂപത്തിലാണ് ലിംഗം ആരാധിക്കപ്പെടുന്നത്. തുംഗനാഥിലേക്കുള്ള വഴിയിലെ കാഴ്ചകൾ ഏറെ മനോഹരമാണ്. പഞ്ചകേദാരങ്ങൾ ഇവയാണ്: കേദാർനാഥ്, തുംഗനാഥ്, രുദ്രനാഥ്, മധ്യമഹേശ്വരം, കൽപ്പേശ്വരം. മഹാഭാരത കാലഘട്ടത്തിൽ പാണ്ഡവരുമായി ബന്ധിപ്പിച്ചാണ് പഞ്ചകേദാരങ്ങളുടെ ഐതിഹ്യം പറയപ്പെടുന്നത്. എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെയാറു പടിയുണ്ട്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും. ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. തുംഗനാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിന് മഹാഭാരത കാലത്തോളം പഴക്കമുണ്ട്. പാണ്ഡവർ ബന്ധുക്കളെ കൊന്ന പാപം തീർക്കാൻ മഹർഷി വ്യാസൻ്റെ ഉപദേശപ്രകാരം ശിവനെ കാണാനായി ഹിമാലയത്തിലെത്തി. പാണ്ഡവരിൽ നിന്ന് ഒളിക്കാനായി ഗുപ്തകാശിയിൽ ശിവൻ ഒരു കാളയുടെ രൂപത്തിൽ അപ്രത്യക്ഷമായെന്നും ഭീമൻ ചാടിപ്പിടിച്ചപ്പോൾ കാളയുടെ പൂഞ്ഞയിൽ പിടികിട്ടിയെന്നും ആ പൂഞ്ഞയാണ് കേദാർനാഥിലെ ബിംബമെന്നും കരുതപ്പെടുന്നു. ആ കാളയുടെ പുറത്തു കണ്ട അവയവങ്ങൾ പഞ്ചകേദാരങ്ങൾ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു. തുംഗനാഥ് കാലുകൾ, മധ്യമഹേശ്വരം വയർ, രുദ്രനാഥ് തല എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ. ഇവ ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗത്തെ കേദാരഖണ്ഡം എന്ന പേരിലാണ് പുരാണങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. രാവണൻ തപസ്സു ചെയ്തത് തുംഗനാഥത്തിനു സമീപമുള്ള ചാന്ദ്രശിലയിലാണെന്ന് ഒരു ഐതിഹ്യവും നിലവിലുണ്ട്. ഹർ ഹർ മഹാദേവ്. Where are you from? Korea. Thank you. Om Namah Shivaya. Where are you from? From Malaysia. Malaysia. तुंगनाथ जी को देखने के लिए तुंगनाथ की जय है की जय. आपका नाम क्या भैया? मोहन सिंह नेगी. क्या? मोहन सिंह नेगी. ये पियर पियर देसी घी, पियर देसी की. देसी मलाई, हाँ. देसी बटर. इधर का स्पेशल है. പ്രത്യേകിച്ച് നദികളുടെ ഒന്നും സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാകാം മറ്റു ഹിമാലയ സ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ കിഴുക്കാൻ തൂക്കായ മലനിരകളല്ല, നല്ല പുൽമേടുകളും
വൃക്ഷങ്ങളും നിറഞ്ഞതാണ് ഇവിടം. ചൗക്കാമ്പ, നന്ദാദേവി, നീലകണ്ഠ്, കേദാർനാഥ് കൊടുമുടികളാൽ ചുറ്റപ്പെട്ട ഇവിടം ഈ ദൃശ്യങ്ങളാൽ തന്നെ അതിമനോഹരമാണ്. അതുകൊണ്ട് തന്നെ കയറ്റത്തിൻ്റെ ആയാസം അറിയാതെ മുകളിലെത്താം. വീണ്ടും മുകളിലേക്ക് കയറിയാലുള്ള ചാന്ദ്രശിലയും യാത്രികരുടെ ഒരു ആകർഷണമാണ്. 360 ഡിഗ്രി കാഴ്ചകൾ കാണാവുന്ന ഇവിടുത്തെ സൂര്യോദയം കാണാൻ നിത്യവും ധാരാളം യാത്രികരെത്തുന്നു. അടുത്തുള്ള എയർപോർട്ട് ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് ആണ്. ഋഷികേശാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. കുത്തനെയുള്ള കയറ്റങ്ങളും ഓക്സിജൻ ലെവലിലെ വ്യത്യാസവുമെല്ലാം അതിജീവിച്ച് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കുന്ന അനുഭവങ്ങളാണ് ഈ തുംഗനാഥൻ്റെ മണ്ണ് നമുക്ക് നൽകുന്നത്. അത്രയേറെ മനോഹരമാണ് ഈ പ്രകൃതിയും ചുറ്റുപാടുകളും. ശരിക്കും മേഘങ്ങൾക്കിടയിലൂടെ നടക്കുന്ന പ്രതീതി തന്നെയാണ് ഈ ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തുമ്പോൾ. ഇവിടെ നിന്നുള്ള ഹിമാലയൻ കാഴ്ച ഏറെ മനോഹരമാണ്, ഹൃദ്യവും. അപ്പോൾ ഒത്തിരി നേരത്തെ കുത്തനെയുള്ള കയറ്റങ്ങൾക്ക് ശേഷം പുഷ്പയോടൊപ്പം തുംഗനാഥൻ്റെ മണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്ക് മേഘങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലിംഗാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഒന്നും പറയാനില്ല. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ് എന്ന് പറയേണ്ടി വരും. ദുഷ്കരമായ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആ പവിത്ര സന്നിധിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമായ തുംഗനാഥൻ്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഏറെ ഹൃദ്യമാണ്. ഹര ഹര മഹാദേവ. ഹർ ഹർ മഹാദേവ്. तुंगनाथ भगवान की जय। सत्य सनातन धर्म की जय। देखो अब जिस स्थान पे आप आ रखे हैं तुंगनाथ, तुंग का मतलब होता है शिखर, सबसे ऊंचा शिवालय, भारतवर्ष का विश्व का सबसे ऊंचा शिवालय यही है। लगभग 5000 साल पुराना मंदिर है। 12,500 फीट की ऊंचाई पे आप हैं।
और जो ये मंदिर है ये पांडवों के द्वारा बनवाया गया है। इन 5 केदारों का जो निर्माण हुआ है वो पांडवों ने किया है। पांडवों और कौरवों का जो युद्ध हुआ था कुरुक्षेत्र में, उसमें गोत्र हत्या और ब्रह्म हत्या के निवारण से मुक्ति पाने के लिए पांडवों ने शिव जी की तपस्या करी, और उस पाप से मुक्ति पाने के लिए जब पांडव इस केदार क्षेत्र में आते हैं तो भगवान ने कहते हैं कि उनके स्वप्न में कि मैं आप इस केदार क्षेत्र में आपको 5 केदारों का निर्माण करना होगा। ठीक है, केदारनाथ में भगवान का पीठ भाग है, मध्यमेश्वर में नाभि का भाग, यहाँ पे हृदय और भुजाएं हैं, रुद्रनाथ में मुख का भाग, कल्पेश्वर में जटा का भाग। हर हर महादेव। हर हर महादेव देव हर हर महादेव। हर हर महादेव। देखा था बेटा क्या हर हर महादेव। हर हर महादेव। हर हर महादेव। काली कपालिनी दुर्गा क्षमा शिवरात्रि की गौरी नारायणी नमस्तुते। मंत्रीणं क्रियायिनं भक्तिनं सदाशिवो यद पूजितं मया देवो परिपूर्णं तदस्मै। नाना सुगंध पुष्पाणि यथा कालो भवानि च पुष्पांजलिं मया दत्तं ग्रहणां परमेश्वरी मंत्र पुष्पं समर्पयामि नमः। बोलो भगवान तुंगनाथ की जय। मंगलम भगवान विष्णु मंगलम। ये भैरवनाथ, ये 5 केदारों में तीसरे नंबर के केदार तुंगनाथ। यहाँ पे हृदय और भुजाओं की पूजा होती है। पहले केदारनाथ है, वहाँ पे पृष्ठभाग है। दूसरे मध्यमेश्वर, वहाँ पे नाभि भाग। तीसरे तुंगनाथ, यहाँ पे हृदय और भुजा है। चौथे रुद्रनाथ, वहाँ पे मुखमंडल के दर्शन है। 5वें कल्पेश्वर, वहाँ पे शिव जी के जटाओं के दर्शन है। इस तरह से अलग अलग अंगों के दर्शन भगवान शिव जी ने पांडवों को दिए हैं। यहाँ से 1 किलोमीटर ऊपर चंद्रशिला नामक स्थान है, जहाँ पर रामचंद्र जी ने रावण को मारने के बाद तप किया था। सबसे ऊंचाई वाला क्षेत्र है वो, वहाँ से चारों धाम के दर्शन आप कर सकते हैं। जय बाबा तुंगनाथ, हरिओम।